വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ 11ാമത്തെ ചാപ്റ്റർ 3 ഡയമെൻഷൻ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. സോ ആ പാർട്ട് വീഡിയോ കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയിട്ട് അത് കാണുക. എന്നതിന് ശേഷം മാത്രം ഇത് കാണുക. കാരണം എന്നാലും നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂവേഷനും ഒരു ക്ലാരിഫിക്കേഷനും ഒക്കെ കിട്ടത്തുള്ളൂ. ഒട്ടും ഡിലേ ആക്കുന്നില്ല. ഈ പാർട്ടിലുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ്. രണ്ട് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പോലത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് സ്ക്യൂ ലൈൻസ്? 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ കേസിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ലൈൻസ് നമുക്കറിയാം. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ലൈൻസ്. ഈ രണ്ടും അല്ലാത്ത ലൈൻസ്, അതായത് പാരലലും അല്ല കൂട്ടിമുട്ടുകയും ചെയ്യില്ല, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ക്യൂ ലൈൻസ് എന്ന് പറയാം. ഇത് രണ്ടും അല്ലാത്ത ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ക്യൂ ലൈൻസ് എന്ന് പറയാം. സോ ഈ പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസിന്റെ കേസിൽ നമുക്ക് വെക്റ്റർ ഇക്വേഷനും വരുന്നുണ്ട്, കാർട്ടീഷ്യൻ ഇക്വേഷനും വരുന്നുണ്ട്. രണ്ടും സാധാരണ നമ്മൾ മുൻപ് പഠിച്ച ടോപ്പിക്കുകളെ പോലെ വളരെ സിമ്പിൾ അല്ല. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന്റെ സ്ട്രക്ചറും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ആദ്യം നമുക്ക് ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ നോക്കാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ദെൻ ഇതിന്റെ പ്രോബ്ലംസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം മാത്രം നമുക്ക് വെക്റ്റർ ഇക്വേഷൻ നോക്കാം. സോ കാർട്ടീഷ്യൻ ഇക്വേഷൻ നോക്കുമ്പോൾ ലൈൻസും ഇതുപോലെ ഏത് ഫോമാറ്റിലായിരിക്കണം? കാർട്ടീഷ്യൻ ഇക്വേഷന്റെ ഫോമാറ്റിലായിരിക്കണം. അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാലോ. x മൈനസ് x1 ഡിവൈഡഡ് ബൈ a1 ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡഡ് ബൈ b1 ഈക്വൽ ടു z മൈനസ് z1 ഡിവൈഡഡ് ബൈ c1. ആൻഡ് അത് ആദ്യത്തെ ലൈനാണ്. രണ്ടാമത്തെ ലൈൻ എഴുതേണ്ടത് ഇതേപോലെ തന്നെ x മൈനസ് x2 ഡിവൈഡഡ് ബൈ a2 ഈക്വൽ ടു y മൈനസ് y2 ഡിവൈഡഡ് ബൈ b2 ഈക്വൽ ടു z മൈനസ് z2 ഡിവൈഡഡ് ബൈ c2. ഇതാണ് രണ്ട് ലൈൻസ്. രണ്ട് ലൈൻസും ഏത് ഇക്വേഷന്റെ ഫോമാറ്റിലാണ് ഉള്ളത്? കാർട്ടീഷ്യൻ ഫോമാറ്റിലാണ് രണ്ട് ലൈൻസിന്റെയും ഇക്വേഷൻ കിടക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം. നമുക്കറിയാം വെക്റ്റർ ഇക്വേഷൻ എങ്ങനെയാണ്, കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. സോ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ലൈൻസും കാർട്ടീഷ്യൻ ഇക്വേഷന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഞാൻ അതിന്റെ ഇക്വേഷൻ ഈ സൈഡ് തന്നെ എഴുതുന്നുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു, അതിനൊരു ഒരു ഡിറ്റർമിനന്റിന്റെ ഫോർമാറ്റ് ഉണ്ട്. സോ അത് തന്നെ ഫോളോ ചെയ്യണം. x2 മൈനസ് x1 y2 മൈനസ് y1 y2 മൈനസ് y1 z2 മൈനസ് z1. താഴെ a1 b1 c1 a2 b2 c2. ഇത് ഡിറ്റർമിനന്റിൽ തന്നെ ഇടണം കേട്ടോ. ഡിറ്റർമിനന്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഡിറ്റർമിനന്റിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു മോഡുലസ് പോലുള്ള അതിനകത്ത് തന്നെ ഇടണം. കാരണം ഡിറ്റർമിനന്റ് വാല്യൂ ആണ് നമുക്ക് ആവശ്യം. x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 a1 b1 c1 a2 b2 c2. ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ പറയുന്ന രണ്ട് ലൈൻസിന്റെയും കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടേംസ് ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് b1 c2 minus b2 c1 whole square plus a1 c2 minus a2 c2 whole square plus root of, അല്ലെങ്കിൽ ഈ റൂട്ടിനകത്ത് തന്നെ വരുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള പ്ലസ് കൊണ്ട് ഞാൻ അടുത്ത് എഴുതുന്നതും ഈ മെയിൻ റൂട്ടിനകത്ത് വരുന്നതാണ് a1 b2 minus a2 b1 whole square. ക്ലിയർ? സോ ഇതാണ് ഈ രീതിയിൽ രണ്ട് ലൈൻസ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോർമാറ്റിൽ തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മുകളിൽ ഡിറ്റർമിനന്റിലാണ് ഉള്ളത്, താഴെ കംപ്ലീറ്റ്ലി റൂട്ടിനകത്താണ് ഉള്ളത്. നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി തറവാകും. ഇത് ബേസ് ചെയ്ത ചോദ്യത്തിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ ചോദ്യം ഞാൻ എഴുതിയിട്ടുണ്ട് ബോർഡിനകത്ത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി റൈറ്റ് സൈഡ് ഇക്വേഷൻ എഴുതിയത്. ഈ ഇക്വേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. കാരണം ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇതെല്ലാം ഒരു കംപ്ലീറ്റ് മോഡുലസിനകത്താണ്. കംപ്ലീറ്റ് മോഡുലസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുന്നത് നെഗറ്റീവിലാണെന്ന് വെക്കുക. സപ്പോസ് നെഗറ്റീവിലാണെങ്കിൽ ഒരിക്കലും ഡിസ്റ്റൻസ് ഏതിൽ വരില്ല? നെഗറ്റീവിൽ ഒരിക്കലും ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യില്ല. സോ ഡിസ്റ്റൻസ് നമ്മൾ ഏതിലോട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇത് ഹോൾ ആയിട്ട് ഏതിനകത്താണ്? ഒരു മോഡുലസിനകത്താണുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു മോഡുലസ് അകത്താണുള്ളത്. അത് മൈൻഡിൽ എപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കുക. അല്ലാതെ ഡിസ്റ്റൻസ് എഴുതിയിട്ട് -66 അല്ലെങ്കിൽ -54 -36 ഒന്നും എഴുതി വെക്കരുത്. നെഗറ്റീവ് ഒരിക്കലും ഡിസ്റ്റൻസ് നമ്മൾ എടുക്കില്ല. ഫൈൻ, ആ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ചോദ്യത്തിലോട്ട് കിടക്കാം. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. രണ്ട് ലൈൻസിന്റെ കാർട്ടീഷ്യൻ ഫോർമാറ്റ് അവർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? x മൈനസ് 3/2 y മൈനസ് 1/5 ഈക്വൽ ടു z പ്ലസ് 3/4. പ്ലസ് ഒക്കെ വരുമ്പോൾ കൺഫ്യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ 3 എടുത്ത് എഴുതരുത് പ്ലസ് വരുമ്പോൾ z1ന്റെ വാല്യൂ. കാരണം z
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. Z+3 ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ Z-3 ആയിട്ട് നമ്മൾ വിചാരിക്കണം. Z+3നെ Z-3 ആയിട്ട് തന്നെ വിചാരിക്കണം, അല്ല Z+3 ആയിട്ട് വിചാരിക്കരുത് കേട്ടോ. ഇങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ആൻസറിലോട്ട് പല ടേംസ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ദെൻ ഇനി നമുക്ക് ഈ പറഞ്ഞ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ ഇതിനെ ഞാൻ 2 പാർട്ടായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ബോർഡിന്റെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, പിന്നെ ചെയ്യുന്ന പ്രൊസീജിയറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നായി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു കലങ്ങി പറയുന്ന പോലെയാവും. സോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിരിക്കും. സോ ആദ്യം ന്യൂമറേറ്റർ എടുക്കുകയാണ് കേട്ടോ. ന്യൂമറേറ്റർ എടുക്കുകയാണ്. x2 minus x1. എന്താണ് ഇവിടെ x1 y1 z1 ഒക്കെ? അത് നമ്മൾ ആദ്യം എടുത്ത് കഴിഞ്ഞിട്ട് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 3 ആണ് x1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ y1 എന്ത് വരും? y1 equal to 1 എന്ന് വരും. z1 എത്ര വരും? ഞാൻ പറഞ്ഞു z+3 ആവുമ്പോൾ z1 എത്ര വരും? -3 എന്ന് വരും. നെക്സ്റ്റ് വൺ x2 എത്ര വരും? x2 -5 എന്ന് വരും. അതുപോലെ തന്നെ y2 എന്ന് പറയുന്നത് -2 എന്ന് വരും. നെക്സ്റ്റ് വൺ Z2 എന്ന് പറയുന്നത് 3 എന്ന് വരും. ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് നമുക്ക് ഏതിൽ നിന്ന് കിട്ടും? ഈ 2 കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് കിട്ടും. അടുത്തത് നെക്സ്റ്റ് ആവശ്യമുള്ളത് A1 ഇതിന്റെ ഡിനോമിനേറ്റർ 2, B1 സെക്കൻഡ് വൺ ഡിനോമിനേറ്റർ 5, C1 ഈക്വൽ ടു ഈ ഒരു ടേം 4. സെയിം വേ A2 ഈക്വൽ ടു ഈ ഡിനോമിനേറ്റർ 1 ആണ്, B2 1 തന്നെയാണ്, C2 എത്ര വരും? C2 ഈക്വൽ ടു 2. ഈ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഏതിന്ന് കിട്ടി? ഈ 2 കാർട്ടീഷ്യൻ ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് ന്യൂമറേറ്ററിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ? മതി. സോ ഡിറ്റർമിനന്റ് ഓഫ് x2 minus x1. ഞാൻ ഒരു മോഡുലസ് ഇപ്പൊ ഇടുന്നില്ല, ഫൈനൽ ഇക്വേഷനിൽ നമുക്ക് മോഡുലസ് ഇടാം. സോ x2 minus x1. x2 എത്രയാണ്? -5. സോ -5 minus x1 എത്രയാണ്? 3. സോ -5 minus 3. അടുത്തത് y2 minus y1. -2 minus 1. -2 minus 1. അടുത്തത് Z2 minus Z1. 3 minus -3. 3 minus -3 എന്ന് കിട്ടി. ഡിനോമിനേറ്റർ നോക്കിക്കേ, A1 2 ആണ്, അടുത്ത B1 5 ആണ്, C1 4 ആണ്. സെയിം വേ 1 1 2. ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഡിറ്റർമിനന്റിൽ നമ്മൾ വാല്യൂസ് ഇട്ടു. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം? ഈ മുകളിലുള്ള മുഴുവൻ കാര്യത്തിനെയും ഞാൻ വായിക്കുകയാണ്, കാരണം ചോദ്യം നമുക്കറിയാം, ഓൾറെഡി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാണ്. ദെൻ ഇതിനൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാലോ? എഴുതാം. സോ -5 -3 എത്രയാണ്? -8 ആണ്. -2 -1 -3 ആണ്. ഇവിടെ 6 ആണ്. 3 minus -3 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 6 എന്ന് എഴുതി. ഡിനോമിനേറ്റർ 2 5 4 1 1 2. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച അതേ പ്രൊസീഡിങ്സ് ആണ്, ഒരു വ്യത്യാസമില്ല. ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഞാൻ ഫസ്റ്റ് റോനെ ബേസ് ചെയ്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ -8 ഞാൻ പുറത്തിട്ടു. ബാക്കിയുള്ള ടേം ഏതൊക്കെയാണ്? 5 4 1 2. ഇടയിൽ മൈനസ് ഇടണം. ആദ്യം പ്ലസ് മൈനസ് ആണ്. ഇവിടെ ആദ്യം തന്നെ നെഗറ്റീവ് ആയതാണ്, പ്ലസ് മൈനസ് ആയത് കാരണം ഞാൻ വെളിയിൽ -8 ഇട്ടിരിക്കുന്നത്. എഗെയിൻ -3നെ പുറത്തിട്ടു. ആ റോയും കോളവും പോയി. 2 4 1 2. അടുത്തത് +6നെ പുറത്തിട്ടു. ആ റോയും ഈ കോളവും പോയി. 2 5 1 1. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിംപ്ലിഫൈ ചെയ്യാലോ? -8 ഇൻറ്റു ഇത് ക്രോസ് ചെയ്താൽ 10 - 4. അടുത്തത് +3 ഇൻറ്റു ക്രോസ് ചെയ്താൽ 4 - 4. അടുത്ത് +6 ഇൻറ്റു ക്രോസ് ചെയ്താൽ 2 - 5. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കും. ജസ്റ്റ് സിമ്പിൾ കൺസെപ്റ്റ് തന്നെയാണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക, കാരണം ആ വീഡിയോ മനസ്സിലായി വെച്ച് ഇത് വളരെ എളുപ്പം. ചിലർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർ ആ വീഡിയോ പോയി കാണണം. ദെൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. -8 ഇൻറ്റു 10 - 4 എന്ന് പറഞ്ഞാൽ 6 +3 ഇൻറ്റു 0 +6 ഇൻറ്റു -3. ക്ലിയർ അല്ലേ? സോ എത്ര വരും? -6 48 -48. ഇവിടെ -18. -48 -18 എത്രയാണ്? -66 എന്ന് കിട്ടി. അപ്പൊ ന്യൂമറേറ്ററിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? -66 എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആണ്. ഡിറ്റർമിനന്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. സോ ഞാൻ ഇതിന്റെ വാല്യൂ -66 ഇവിടെ തന്നെ എഴുതി വെക്കുന്നത്. നമുക്ക് ഇനി ഡിനോമിനേറ്ററിലുള്ള ടേമിനെ നമുക്ക് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തെടുക്കാം നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നോക്കാം. റൂട്ട് ഓഫ് B1 C2. B1 എത്രയാണ് നോക്കിക്കേ? 1 ആണ്. B1 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോറി, B1 5 ആണ്. സോ 5 ഇൻറ്റു C2 എത്രയാണ്? C2 ഈക്വൽ ടു 2. സോ 5 ഇൻറ്റു 2 മൈനസ്
B2 C1. B2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 into C1 എത്രയാണ്? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. C1 equal to 4 ആണ്. ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് A1 C2. A1 എത്രയാണ്? 2 ആണ്. സോ 2 into C2 നോക്കിക്കേ. C2 equal to 2 മൈനസ് A2 C1. A2 എന്ന് പറയുന്നത് 1 ആണ്. C1 എന്ന് പറയുന്നത് 4 ആണ്. C1 എന്ന് പറയുന്നത് 4 ആണ്. പ്ലസ് ഇവിടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്. പ്ലസ് അടുത്ത ടേം A1 B1. A1 എന്ന് പറയുന്നത് 2 ആണ്. B2 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് നെക്സ്റ്റ് ടേം A2 B1. A2 എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു B1 എന്ന് പറയുന്നത് 5 ആണ്. ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിടാം. സോ റൂട്ട് ഓഫ് 10 minus 4 whole square plus 4 minus 4 whole square plus 2 minus 5 whole square. Then again simplify ചെയ്യാം. So എത്ര വരും? 6 square plus 0 square plus minus 3 whole square. 6 square plus 0 square plus minus 3 whole square equal to 6 square എത്രയാണ്? 36 ആണ്. 0 square 0 അത് നമുക്ക് ഒഴിവാക്കാം. മൈനസ് 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 45 ഈക്വൽ ടു റൂട്ട് 45 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? വേണമെങ്കിൽ റൂട്ട് 45 കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? റൂട്ട് 45 എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 9 5 അല്ല 45. സോ 9 ഇൻറ്റു 5. 9 റൂട്ടിൽ പുറത്തെടുത്താൽ 3 റൂട്ട് 5 എന്ന് എഴുതാം. വേണമെങ്കിൽ എഴുതാം ട്ടാ. ചിലർക്ക് ഈ പറയുന്ന 9 ഇൻറ്റു 5 എങ്ങനെ എഴുതാം എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ള കുറേ പിള്ളേരുണ്ടെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് ഇത് വേണമെങ്കിൽ എഴുതിയാൽ മതി. റൂട്ട് 45 എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്കും കമ്മിയാവാൻ പോകുന്നില്ല. റൂട്ട് 45 എഴുതിയതുകൊണ്ട് ഒരു തെറ്റും സംഭവിക്കാൻ പോകുന്നില്ല. സോ ഡിനോമിനേറ്റർ നമുക്ക് എത്ര കിട്ടി? റൂട്ട് 45 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു മോഡുലസ് ഇടാൻ മറക്കരുത്. മോഡുലസ് ഓഫ് -66 ഡിവൈഡഡ് ബൈ എത്രയാണ്? റൂട്ട് 45. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ ഞാൻ പറഞ്ഞു? 3 റൂട്ട് 5 എന്ന് എഴുതാം. 3 റൂട്ട് 5. സോ ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നെഗറ്റീവ് പോവുമല്ലോ. ഞാൻ പറഞ്ഞു മോഡുലസ് ഉണ്ട്. സോ 66 ഡിവൈഡഡ് ബൈ 3 റൂട്ട് 5. ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫൈനൽ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിനൊക്കെ പരീക്ഷകളിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഈ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ആവുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഞാൻ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ C2 എന്നാണ് എഴുതിയത്. അത് ഞാൻ നോക്കി എഴുതിയതിന്റെ പ്രശ്നമാണ്. ഇവിടെ C1 ആണ്. സോ നിങ്ങൾ ആ തെറ്റ് വരുത്തരുത്. ഞാൻ തെറ്റ് വരുത്തിയാൽ എളുപ്പത്തിൽ മായിച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോയിൽ കട്ട് വരുത്തിയിട്ട് എനിക്ക് എന്താ പറയുക റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. പരീക്ഷയിലെ ഓരോ വാല്യൂസും ഇമ്പോർട്ടന്റ് ആണ്. C1ഉം C2ഉം B1ഉം B2ഉം എല്ലാം പ്രോപ്പർ ആയിട്ട് എഴുതുക. ഒരു വാല്യൂ മാറിയാൽ ഈ ഫൈനൽ വാല്യൂ മാറും. സോ അതെല്ലാം വൃത്തിയായിട്ട് മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് 2, 3, 4 തവണ എഴുതി പഠിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഒരു പ്രോബ്ലം പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഇതൊരു അടുത്തൊരു പ്രോബ്ലം ആണ്. പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു പ്രോബ്ലം ചെയ്യാനേ കൂടുതൽ ടൈം ഡ്യൂറേഷൻ എടുത്തു, കൂടുതൽ സമയം എടുത്തു. സോ ആ രീതിയിൽ പറയാമെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോന്റെ ഡ്യൂറേഷനും ലെങ്ത്തും കൂടും. സോ അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. 2 ലൈൻ ഉണ്ട്. രണ്ടും കാർട്ടീഷ്യൻ ഫോമിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അറിയാലോ, ഇതേ പ്രൊസീഡിങ്സിലൂടെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ഉത്തരം എത്രയാണെങ്കിലും കമന്റിൽ ഇടുക. ഞാൻ എന്തായാലും അതിനുള്ള ആൻസർ, പ്രോപ്പർ ആൻസർ പറഞ്ഞു തരാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് പ്രോപ്പർ ആൻസർ എങ്ങനെയാ വരുന്നത് നിങ്ങൾക്ക് അത്രയും കൺഫ്യൂസിംഗ് ആണെങ്കിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിന്റെ പ്രൊസീഡിങ്സ് ഉറപ്പായും പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, സോ ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചെയ്താൽ മാത്രം പോരാ, കമന്റിൽ അതിന്റെ ആൻസർ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയത് നമ്മുടെ ലൈൻസ് കാർട്ടീഷ്യൻ ഫോമാറ്റിൽ ആവുന്ന സമയത്ത് എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നാണ് നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ ഫോർമാറ്റിലാണ് ലൈനുകൾ തരുന്നതെങ്കിൽ അല്ലെങ്കിൽ വെക്റ്റർ ഇക്വേഷന്റെ ബേസിസിലാണ് ലൈനുകൾ തരുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. സോ നമുക്ക് 2 ലൈൻ ഉണ്ട്. സോ ആർ വെക്റ്റർ ഈക്വൽ ടു A1 വെക്റ്റർ പ്ലസ് ലാംഡ ഇൻറ്റു B1 വെക്റ്റർ. ഒന്നാമത്തെ ലൈൻ ഫസ്റ്റ് ലൈൻ ഇക്വേഷൻ. സെക്കൻഡ് ലൈൻ ഇക്വേഷൻ R വെക്റ്റർ ഈക്വൽ ടു A2 വെക്റ്റർ പ്ലസ് ലാംഡ ഇൻറ്റു B2 വെക്റ്റർ. ഇത് നമ്മുടെ രണ്ടാമത്തെ ലൈൻ ഇക്വേഷൻ. സോ 2 ലൈനുകൾ തന്നിട്ടുണ്ട്. രണ്ടും ഏത് ഫോർമാറ്റിലാണ് ഉള്ളത്? വെക്റ്റർ ഫോർമാറ്റിലാണ് ഉള്ളത്. മുൻപിൽ രണ്ടും കാർട്ടീഷ്യൻ ഫോർമാറ്റിലായിരുന്നു. ഇവിടെ രണ്ടും വെക്റ്റർ ഫോർമാറ്റിലാണ് ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു B1 cross B2 vector B1 cross B2 dot A2 minus A1 dot
a2 minus a1 whole divided by magnitude of b1 cross b2 whole divided by magnitude of b1 cross b2. ഫസ്റ്റ് ടൈപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ടൈപ്പ് 2 അതായത് വെക്റ്റർ ഫോർമാറ്റിലുള്ള ടൈപ്പ് 2 എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇക്വേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. b1 cross b2 dot a2 minus a1 divided by magnitude of b1 cross b2. എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് പഠിക്കുക എന്ന് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക എന്ന് ഞാൻ ഇതിൽ പറഞ്ഞു തന്നായിരുന്നു. വെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. സോ അത് വൃത്തിയായിട്ട് മനസ്സിലാവാത്തവര് ഇവിടെയും കുഴഞ്ഞു പോകും. സോ ആ വീഡിയോസ് എല്ലാം പ്രോപ്പർ ആയിട്ട് കണ്ട ആൾക്കാരാണ് ഇത് കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ കൂടി അത് കണ്ടവർക്ക് ഇത് കുറച്ചുകൂടി തറവായിരിക്കും. സോ ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിക്കുക. രണ്ട് വെക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ലൈൻസ് വെക്ടർ ഫോർമാറ്റിലാണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ടൈപ്പ് ബേസ് ചെയ്ത പ്രോബ്ലംസിലോട്ടാണ് കിടക്കുന്നത്. സോ ഈ പറയുന്ന രണ്ട് ലൈൻസ്, ഒന്നാമത്തെ ലൈൻ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ലൈൻ തന്നു. സോ ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ലൈൻസും വെക്റ്റർ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. രണ്ട് ലൈൻസും വെക്റ്റർ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാം? എ വെക്ടർ, ബി വെക്ടർ അല്ലെങ്കിൽ a1 വെക്ടർ. സോ ആദ്യം a1 വെക്ടർ എഴുതാം. ഇതല്ല a1 വെക്ടർ. സോ എന്ത് എഴുതാം? i plus j then അടുത്ത് നമുക്ക് കെന്റെ വാല്യൂ അവർ തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ഉള്ളതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ് എടുത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ കെന്റെ വാല്യൂ തരുന്നത് എടുത്ത് എഴുതിയിട്ട് പരീക്ഷയിൽ തരാത്തത് വന്നു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയാതെ ചിലപ്പോൾ വിട്ടുപോയി എന്ന് വരാം. സോ കെന്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കാനില്ല, അവിടെ വിടുക. അല്ലെങ്കിൽ കെന്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുക? 0 ആയിട്ട് കൊടുക്കാം. ഒരു കുഴപ്പമില്ല, 0 എന്ന് കൊടുത്താൽ മതി. ഫൈൻ. സോ അല്ലെങ്കിൽ i plus j എന്ന് എഴുതിയാലും ഒരു തെറ്റില്ല. അടുത്ത് b1 വെക്ടർ. b1 വെക്ടർ എത്രയാണ്? 2i minus j plus k. സെയിം വേ a2 vector equal to 2i plus j minus k. സെയിം തന്നെയാണ്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ആ ഒരു വേരിയേഷൻസ് ഉള്ളൂ, കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ. അടുത്ത് b2 vector equal to 3i minus 5j plus 2k. ഇതാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് ലൈനിന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. a1 b1 a2 b2, a1 b1 a2 b2. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. b1 cross b2 dot product of a2 minus a1 divided by magnitude of b1 cross b2 divided by magnitude of b1 cross b2. സോ നമുക്ക് മനസ്സിലായി ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള b1 cross b2 തന്നെയല്ലേ. സോ നമുക്ക് b1 cross b2 കണ്ടുപിടിക്കാം. വെക്ടർ ഓഫ് b1 cross വെക്ടർ b2 ഈക്വൽ ടു എന്താണ്? ഡിറ്റർമിനന്റ് ആദ്യം i j k എന്ന് എഴുതണം. ആദ്യം i j k എന്ന് എഴുതണം. എന്നിട്ട് b1 ന്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതാലോ. b1 ന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2 minus 1 1, 2 minus 1 1. b2 ന്റെ കോഎഫിഷ്യൻസ് 3 minus 5 2. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. വെക്ടേഴ്സ് പഠിച്ച ആൾക്കാർക്ക് ഇത് എളുപ്പമായിരിക്കും. വെക്ടർ പഠിക്കാത്ത ആൾക്കാർക്ക് ഇതിങ്ങനെ പഠിച്ചാൽ മതി, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. b1 ന്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതാം. 2 minus 1 1. b2 ന്റെ കോഎഫിഷ്യൻ 3 minus 5 2 എടുത്തെഴുതി. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. സോ ആദ്യത്തെ എലമെന്റ് i പുറത്തെടുത്തു. അത് ഒഴികെയുള്ള ബാക്കിയുള്ള എലമെന്റ്സ് -1 1 -5 2. ആ റോയും കോളും എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് എടുത്തെഴുതി. -j ആ റോയും കോളും എടുത്ത് ഒഴിവാക്കി. അപ്പൊ 2 1 3 2 പ്ലസ് k ഒഴിവാക്കി. ബാക്കി 2 minus 1 3 minus 5, 2 minus 1 3 minus 5. സോ എത്ര വരും? i into ഇത് ക്രോസ് ചെയ്തേ -2 minus 5 എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. -1 into 2 -2 ആണ്. ഇടയിൽ ഒരു മൈനസ് ഇടണം. -5 into 1 -5 minus j into ക്രോസ് ചെയ്താൽ 4 minus 3 plus k into ക്രോസ് ചെയ്താൽ -10 minus 3 -10 minus 3 എന്ന് തന്നെ എഴുതണം. സോ i into -2 plus 5 minus j into 1 plus k into -10 plus 3. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇത് എത്ര വരും? 3i minus j minus 7k എന്ന് വരും. 3i minus j minus 7k എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു മെത്തേഡ് നമുക്ക് എന്ത് കിട്ടി? b1 cross b2 എന്ന് നമുക്ക് കിട്ടി. b1 cross b2 ന്റെ വാല്യൂ നമുക്ക് കിട്ടി.
നമുക്ക് അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഈ പറയുന്ന B1 ക്രോസ് B2 കണ്ടുപിടിച്ചു. അടുത്തത് A2 മൈനസ് A1 കണ്ടുപിടിക്കണം. സോ ഏതാണ് A1? ഈ പറയുന്ന 1 എന്നിട്ട് ഇക്വേഷൻ ആണ് A1, 2 എന്നെടുത്ത് ഇക്വേഷൻ ആണ് A2 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A2 മൈനസ് A1, വെക്ടർ A2 മൈനസ് A1 തന്നെ എഴുതണ്ട, വെക്ടർ ഇടാൻ മറക്കരുത്. സോ ആദ്യം ഐയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? 2 ആണ്. ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 2 മൈനസ് 1i പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് എടുക്കും. ഇവിടെ എത്രയാണ്? 1 ആണ്. ഇവിടെയും എത്രയാണ്? 1 ആണ്. സോ 1 മൈനസ് 1j പ്ലസ് ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് എടുത്ത് എത്രയാണ്? -1 ആണ് കെയുടെ കോഎഫിഷ്യന്റ്. ഇവിടെ എത്രയാണ്? ഇവിടെ കെ ഇല്ല. സോ എത്രയാണ്? 0. സോ -1 മൈനസ് 0k എന്ന് എഴുതാം. -1 മൈനസ് 0k എന്ന് എഴുതാം. സോ ഈക്വൽ ടു 1i പ്ലസ് 0j മൈനസ് 1k എന്ന് എഴുതാം. 1i പ്ലസ് 0j മൈനസ് 1k എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ A2 മൈനസ് A1 എന്ന് പറയുന്നത്. A2 മൈനസ് A1 എന്ന് പറയുന്നത് വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കോ. ഇവിടെ j, ഇവിടെ 0 ആണ് j വരിക. k രണ്ടാമത്തേൽ k അല്ലെങ്കിൽ A1ൽ k ഇല്ലാത്തത് കാരണം ഒന്നും ഇടാതിരിക്കരുത്. 0 എന്ന് എഴുതി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് രണ്ടും നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അതായത് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1. നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണ്ടേ? വളരെ സിമ്പിൾ ആണ്. കോഎഫിഷ്യൻസ് നമ്മൾ കുറിച്ചാൽ മതി. 3 × 1. ഐയുടെ കോഎഫിഷ്യന്റ് 3 ആണ്. ഇവിടെ എത്രയാണ്? 1 ആണ്. സോ 3 × 1 പ്ലസ് അടുത്ത ജെയുടെ കോഎഫിഷ്യന്റ് എടുക്കുക. -1 × 0 പ്ലസ് അടുത്ത കെയുടെ കോഎഫിഷ്യന്റ് -7 × -1 ഈക്വൽ ടു 3 പ്ലസ് ഇത് 0 ആയിക്കും. 3 പ്ലസ് 0 പ്ലസ് 7 എന്ന് വരും. ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അടുത്തത് ഇനി നമുക്ക് ഡിനോമിനേറ്റർ നോക്കിക്കേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 കണ്ടുപിടിക്കണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയില്ലേ? ഇതാണ് നമ്മുടെ B1 ക്രോസ് B2. ഞാൻ മുകളിൽ എടുത്ത് എഴുതിയ കാര്യം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 1 പ്ലസ് മൈനസിന്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആണ്, മറക്കരുത്. -7ന്റെ സ്ക്വയർ 49. അപ്പൊ 49 1 50, 59 റൂട്ട് 59 എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? സോ എല്ലാ ഡാറ്റാസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇത് എത്ര കിട്ടി? ന്യൂമറേറ്റർ 10 എന്ന് കിട്ടി. ശരിയല്ലേ? B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 നമുക്ക് 10 എന്ന് കിട്ടി. ഡിനോമിനേറ്റർ റൂട്ട് 59 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഫൈനൽ ആൻസർ ആയി. നല്ല മാർക്കിന് ചോദിക്കുന്നതാണ്. 4 മാർക്കിന് ഉറപ്പായി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. എയും ബിയും മാറിപ്പോയാൽ ഉത്തരവും മാറിപ്പോവും. ആ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഹോംവർക്ക് തരണം. സോ ഈ പറയുന്ന വെക്റ്റർ ഫോർമാറ്റിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഹോംവർക്ക് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിലർക്കെങ്കിലും തോന്നും മുൻപിലുള്ള ചോദ്യത്തിൽ 2ഉം ലാംഡ ആയിരുന്നു, ഇവിടെ എന്താ ഈ ഏടൻ, ഇവിടെ ലാംഡയും ഇവിടെ മ്യൂ ഇട്ടിരിക്കുന്നത് തോന്നും. ചിലപ്പോൾ ചോദ്യങ്ങൾ അങ്ങനെ വരാം. കൂടുതൽ ചോദ്യങ്ങളിൽ ഇങ്ങനെ 2 ടേംസ് ആണ്, ഒന്ന് ലാംഡ ഒന്ന് മ്യൂ എന്ന രീതിയിലൊക്കെ തരാം. സോ തന്നതുകൊണ്ട് ഇത് വെച്ചിട്ട് അയ്യോ ഇതെന്താ ചോദ്യം ഇങ്ങനെയൊന്നും വിചാരിക്കരുത്. ചിലതിൽ ലാംഡയും മ്യൂ ഒക്കെ തരാം, പക്ഷെ ചോദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം സെയിം തന്നെയാണ്. കാരണം ഈ ലാംഡയും മ്യൂ ഒന്നും ഒരിക്കലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ഒരു പാർട്ടും വഹിക്കുന്നില്ല. ആകെ വഹിക്കുന്നത് A1 B1 A2 B2 4 വെക്ടേഴ്സ് കിട്ടിയാൽ എളുപ്പത്തിൽ നമുക്ക് പ്രോബ്ലം എക്സിക്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഇതിന്റെ ഉത്തരവും കഴിഞ്ഞ ഹോംവർക്ക് പോലെ തന്നെ കമന്റ് ബോക്സിൽ ഇടാം. ഞാൻ വെരിഫൈ ചെയ്തിട്ട് ഉറപ്പായി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സപ്പോസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. അപ്പൊ അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടാവും നമുക്ക് ടൈറ്റിലിൽ തന്നെ മനസ്സിലാക്കാലോ. ഒരു വെക്ടർ തന്നിട്ടുണ്ടാവും, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ തന്നിട്ടുണ്ടാവും, ഒരു പോയിന്റും തന്നിട്ടുണ്ടാവും. സോ ഈ രീതിയിൽ 2 ഡാറ്റാസ് തന്നിട്ട് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ നമുക്ക് 2 ഫോമാറ്റ് എപ്പോഴും ചെയ്യാറുണ്ടല്ലോ. ഏതൊക്കെയാണ്? വെക്ടർ ഇക്വേഷൻ ഉണ്ടാവും, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉണ്ടാവും. പ്ലെയിനിന് 2 ഇക്വേഷൻസ് ഉണ്ട്. വെക്ടർ ഇക്വേഷനും ഉണ്ട്, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉണ്ട്. വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഫോർമാറ്റ്? ആർ വെക്ടർ മൈനസ് എ വെക്ടർ ഡോട്ട് എൻ വെക്ടർ. ആർ വെക്ടർ ഡോട്ട് എ വെക്ടർ ഡോട്ട് എൻ വെക്ടർ. ഇവിടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ a ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് b ഇൻറ്റു y മൈനസ് y1 പ്ലസ് c ഇൻറ്റു z മൈനസ് z1 ഈക്വൽ ടു 0 എന്ന് വരും.
ഓക്കെ ഫൈൻ. ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതാണ് ഈ പറയുന്ന n, a, അതുപോലെ തന്നെ ഈ x, x1. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 143 ആണെന്ന് വെക്കുക. 143 ആണ് നമ്മുടെ പോയിന്റ്. ദെൻ നമ്മുടെ വെക്റ്റർ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത് 2i + 3j + 5k ആണെന്ന് വെക്കുക. ജസ്റ്റ് അസ്യൂം ചെയ്യുക, ഇതല്ല ഡയറക്റ്റ് ആയിട്ട് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി തരികയാണ്. ഇനി നമുക്ക് എങ്ങനെ എ വെക്റ്റർ കണ്ടുപിടിക്കാം? ആദ്യത്തെ വെക്റ്റർ ഇക്വേഷനിൽ എ വെക്റ്റർ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഈ തന്നിരിക്കുന്ന പോയിന്റ് ഉപയോഗിച്ചിട്ട് വെക്റ്റർ ഉണ്ടാക്കുക. സോ എന്ത് വരും? 1i + 4j + 3k. ഇതാണ് നമ്മുടെ എ വെക്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഈ പറയുന്ന നോർമൽ എങ്ങനെ കണ്ടുപിടിക്കാം? n വെക്റ്റർ എന്ന് പറഞ്ഞാൽ നോർമൽ എന്ന് വിചാരിച്ചാൽ മതി. നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ്. ആ രീതിയിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി. സോ അടുത്തത് 2i + 3j + 5k. ഇതാണ് നമ്മുടെ n വെക്റ്റർ. സോ എങ്ങനെയാ എ വെക്ടറും എങ്ങനെയാ n വെക്ടർ കണ്ടുപിടിക്കാൻ മനസ്സിലായ? വെക്റ്ററിന്റെ ഫോർമാറ്റിൽ മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത കാർട്ടീഷ്യനിൽ മനസ്സിലാവണ്ടേ? കാർട്ടീഷ്യനില് എ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ല, വെക്റ്റർ, ഈ പറയുന്ന പെർപെൻഡിക്കുലർ വെക്റ്ററിലുള്ള i j k യുടെ കോഎഫിഷ്യൻസ് ആണ് a b c എന്ന് പറയുന്നത്. സോ a എത്രയായിരിക്കും? 2 ആയിരിക്കും. b എത്രയായിരിക്കും? 3 ആയിരിക്കും. c 5 ആയിരിക്കും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നമുക്ക് തന്നിരിക്കുന്ന വെക്റ്ററിന്റെ കോഎഫിഷ്യൻസ് ആണ് a b c എന്ന് പറയുന്നത്. x1 y1 z1 സാധാരണഗതിയിൽ തന്നെ നമ്മുടെ കോയിൻസ് തന്നെയായിരിക്കും. x1 1, y1 എന്ന് പറയുന്നത് 4, z1 എന്ന് പറയുന്നത് 3. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞു തരാൻ കാരണം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാതിരിക്കാനാണ്. സോ വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും തറവായിട്ടിരിക്കുക. സോ അതിനകത്ത് എ വെക്റ്റർ, അതുപോലെ തന്നെ എ ബി സി, x1 y1 z1 ഇതൊക്കെ വൃത്തിയായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രോബ്ലംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു കൺസെപ്റ്റ് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. n വെക്റ്റർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ. സോ അത് തന്നെയാണ് n വെക്റ്റർ ഡയറക്റ്റ് ആയിട്ട് എഴുതുക. നമുക്ക് ഇക്വേഷൻ ഓഫ് പ്ലെയിനിന്റെ ചോദ്യത്തിലൂടെ കിടക്കാം. Find the vector and Cartesian equation of the plane which is passing through the point 1, 0, -2 and normal to the vector I plus j minus k. So നമുക്കൊരു വെക്റ്റർ, നോർമൽ ആയിട്ടുള്ള വെക്റ്റർ തന്നിട്ടുണ്ട്, ഈ പറയുന്ന പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. സോ ഈ രീതിയിലുള്ള പ്ലെയിൻ നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ഏത് ഇക്വേഷൻ കണ്ടുപിടിക്കാം? വെക്റ്റർ ഇക്വേഷൻ കണ്ടുപിടിക്കാം. വെക്റ്റർ ഇക്വേഷൻ എന്തായിരുന്നു? r വെക്റ്റർ മൈനസ് a വെക്റ്റർ ഡോട്ട് n വെക്റ്റർ ഈക്വൽ ടു 0. മുൻപിൽ ഞാൻ ഈക്വൽ ടു 0 ഇടാൻ മറന്നു തോന്നുന്നു. സോ ഈക്വൽ ടു 0 ഇടണം, കാരണം പ്ലെയിനിന്റെ ഇക്വേഷൻ നമ്മൾ എപ്പോഴും ഈക്വൽ ടു 0 എന്ന് ഇടണം കേട്ടോ. ഫൈൻ. സോ നമുക്ക് ഓരോന്നായിട്ട് എഴുതാലോ. എ വെക്റ്റർ എന്താണ്? എ വെക്റ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എ വെക്റ്റർ എഴുതുക. സോ 1i + 0j - 2k. 1i + 0j - 2k ആണ് നമ്മുടെ എ വെക്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് n വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? നോർമൽ ആയിട്ടുള്ള വെക്റ്റർ. സോ ഏതാണ്? i + j - k. i + j - k ആണ് നമ്മുടെ n വെക്റ്റർ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈക്വൽ ടു r വെക്റ്റർ മൈനസ് 1i + 0j - 2k ഡോട്ട് n എത്രയാണ്? i + j - k ഈക്വൽ ടു 0. ക്ലിയർ? സോ ഇത് ഞാൻ വേണമെങ്കിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. ദെൻ അടുത്ത സ്റ്റെപ്പിനകത്ത് ഈ പുറത്തുള്ള വെക്റ്ററിനെ ഉള്ളിലോട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈക്വൽ ടു r വെക്റ്റർ ഇൻറ്റു i + j - k മൈനസ് ഈ രണ്ടെണ്ണം കൂടി ഡോട്ട് പ്രൊഡക്റ്റിൽ വരും. അത് വൃത്തിയായി നോക്കിക്കോ. 1i + 0j - 2k ഡോട്ട് i + j - k ഈക്വൽ ടു 0 എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇത് രണ്ടും ഏതിൽ വരും? ഡോട്ട് പ്രൊഡക്റ്റിൽ വരും. ഇപ്പൊ എങ്ങനെയാ ചെയ്തത് ഞാൻ വേണമെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ r വെക്റ്റർ മൈനസ് a ഇൻറ്റു ബി ആണ്. ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ. അപ്പൊ r വെക്റ്റർ ഇൻറ്റു ബി മൈനസ് a വെക്റ്റർ ഇൻറ്റു ബി വെക്റ്റർ. ഈ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ ഇവിടെ വെക്റ്റർ ആയത് കാരണം ഈ ഫോമാറ്റിൽ വരും എന്നേ ഉള്ളൂ. ഫൈൻ. സോ ഈക്വൽ ടു r വെക്റ്റർ ഇൻറ്റു i + j - k മൈനസ് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാം? 1 × 1 1 × 1 പ്ലസ് 0 × 1 0 × 1 ഈക്വൽ ടു 0 തന്നെയാണ്. പ്ലസ് -2 × -1 ഈക്വൽ ടു 0. -2 × -1 ഈക്വൽ ടു 0. ബാക്കി ഞാൻ ഇവിടെ എഴുതാം. സോ r വെക്റ്റർ ഇൻറ്റു i + j - k -3 -3 അല്ല വരിക? ആണോ? ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് 3 എഴുതും. 1 × 1 1 ആണ്.
പ്ലസ് 0 ഇവിടെ പ്ലസ് 3 ഈക്വൽ ടു 0 ഫൈൻ. ദെൻ ഇത് എത്ര വരും? ഇത് ഇവിടെ 3 അല്ല, ഇവിടെ 2 ആണ് വരിക. ഫൈൻ, 2 എന്ന് വരും. ഫൈൻ, -2 × -1 എന്നാൽ 2 ആണ്. സോ ആർ വെക്റ്റർ ഇൻറ്റു I പ്ലസ് j മൈനസ് k -3 ഈക്വൽ ടു 0. -3 എങ്ങനെ -3 വന്നെന്ന് മനസ്സിലായോ? 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ -3 ഈക്വൽ ടു 0. സോ ആർ വെക്റ്റർ ഇൻറ്റു I പ്ലസ് j മൈനസ് k ഈക്വൽ ടു 3. ആർ വെക്റ്റർ ഇൻറ്റു I പ്ലസ് j മൈനസ് k ഈക്വൽ ടു 3. ഇവിടെ നിർത്തിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, ഇവിടെ നിർത്തിയാലും ഫുൾ മാർക്ക് കിട്ടും. സോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാതിരുന്നാൽ ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷനിൽ എത്തിയാൽ മാത്രമേ വെക്റ്റർ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. സോ വൃത്തിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കുക. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന പുതിയ കാര്യമല്ല, ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ ആ രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത നമുക്ക് ഇതേ ചോദ്യത്തിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ എന്താ കാർട്ടീഷ്യൻ ഇക്വേഷൻ? കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ്? a × x - x1 പ്ലസ് b × y - y1 പ്ലസ് c × z - z1 ഈക്വൽ ടു 0. എ ബി സി എന്താണ്? എ ബി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെക്ടറിന്റെ കോഎഫിഷ്യൻസ് ആണ് ഞാൻ പറഞ്ഞ എ ബി സി എന്ന് പറയുന്നത്. സോ a ഈക്വൽ ടു 1, b ഈക്വൽ ടു 1, c ഈക്വൽ ടു -1. അടുത്തത് x1 എത്രയാണ്? 1 ആണ്. y1 എത്രയാണ്? 0 ആണ്. z1 എത്രയാണ്? -2 ആണ്. ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തെഴുതണം. അതായത് ഈ തന്നിരിക്കുന്ന ഡാറ്റാസിന് എടുത്തെഴുതാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 1 × x - x1 പകരം 1 പ്ലസ് അടുത്തത് b എത്രയാണ്? 1 തന്നെയാണ്. സോ 1 × y - y1 എത്രയാണ്? 0 പ്ലസ് c എത്രയാണ്? -1 × z - z1. സോ z - z1 -2 ആണ് ഈക്വൽ ടു 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യാലോ? x - 1 പ്ലസ് y, കാരണം y - 0 y ആണ്, y × 1 y ആണ്, -1 × z plus 2 equal to 0. -1 × z plus 2 equal to 0. So x minus 1 plus y minus z minus 2 equal to 0. Minus z minus 2 equal to 0. ഈ പറയുന്ന -1 -2 ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയാലോ? കൊണ്ടുപോവാം. സോ x മൈനസ് കഴിഞ്ഞു, ഇത് വേറെയാണ്. സോ x പ്ലസ് y മൈനസ് z ഈക്വൽ ടു -1 -2 ഈക്വൽ ടു അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ +3 ആവും. ശരിയല്ലേ? -1 -2 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 ഈക്വൽ ടു അപ്പുറത്ത് പോയാൽ +3 ആയിട്ട് മാറും. സോ x പ്ലസ് y മൈനസ് z ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയാം. വൃത്തിയായിട്ട് മനസ്സിലാക്കുക, സിമ്പിൾ ആണ്. ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ നമുക്ക് അടുത്ത ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഫോക്കസ് ചെയ്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം പുറത്ത് മഴ പെയ്യാണ്, ഔട്ട്ഡോറിലാണ് ഷൂട്ട്. സോ അതിൻ്റെ ഒരു പ്രശ്നം ആയിരിക്കാം. സപ്പോസ് വന്നു കഴിഞ്ഞാൽ ഇയർഫോണൊക്കെ ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. Equation of plane passing through 3 non-collinear points. 3 non-collinear pointsiലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോ അതിനകത്തും പഴയ പോലെ രണ്ടെണ്ണം ഉണ്ട്. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉണ്ട്, വെക്റ്റർ ഇക്വേഷൻ ഉണ്ട്. കാർട്ടീഷ്യൻ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. x - x1 y - y1 z - z1. അടുത്തത് താഴെ എന്താണ്? x2 - x1 y2 - y1 z2 - z1. താഴെ x3 - x1 y3 - y1 z3 - z1. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ആദ്യം ഫസ്റ്റത്തെ റോ മാത്രം പഠിച്ചാൽ മതി. പിന്നെ x2 x3 ആയിട്ട് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അടുത്തത് വെക്റ്റർ ഇക്വേഷനിൽ അവിടെ ഞാൻ എന്താ ഈ ട്രിക്ക് എന്ന് മാത്രം ഇട്ടിരിക്കുന്നത്. എന്താ വെക്റ്റർ ഇക്വേഷൻ ഇല്ലേ? സംശയം ഉണ്ടാവാം. വെക്റ്റർ ഇക്വേഷന് നിങ്ങൾ ഫോർമുല ഉണ്ട്, ആ ഫോർമുല പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, ആ ട്രിക്ക് മാത്രം പഠിച്ചാൽ മതി. ആ ട്രിക്ക് ഞാൻ പ്രോബ്ലം വരുമ്പോൾ ആ ട്രിക്ക് പറഞ്ഞുതരാം. കാരണം ട്രിക്കിന് ഇക്വേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ, ട്രിക്കായിട്ട് തന്നെ പഠിച്ചാൽ മതി. സോ ഈ പറയുന്ന കാർട്ടീഷ്യൻ ഇക്വേഷന്റെ ഫൈനൽ ആൻസർ ഉപയോഗിച്ചിട്ട് എങ്ങനെ വെക്റ്റർ ഇക്വേഷൻ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഒരു സിമ്പിൾ ട്രിക്കാണ്, കാരണം ഇത്രയും ഫോർമുലാസും ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ലോഡ് കണക്കിന് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ മറ്റന്നാളായിട്ട് പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ എല്ലാ ചാപ്റ്റേഴ്സിലെ ഫോർമുലാസ് ഒക്കെ ആലോചിക്കും, എല്ലാം കൂടി അങ്ങ് കലങ്ങി മറിയും. സോ ഒരെണ്ണത്തിലെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്റെ വെക്റ്റർ ഇക്വേഷൻ നമുക്കൊരു ചെറിയ കുഞ്ഞു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. നമുക്ക് ഇനി പ്രോബ്ലംസിലോട്ട് കടക്കാം. 3 നോൺ കൊലീനിയർ പോയിന്റ്സ് ബേസ് സൗണ്ട് വരുന്നടാ. ഇതാണ് സൗണ്ട് വരുന്നത്. 3 നോൺ കൊലീനിയർ പോയിന്റ്സ് ബേസ് ചെയ്തിട്ട് പ്ലെയിൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലത്തിലോട്ട് നമുക്ക് കിടക്കാം.
ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്. മൂന്ന് പോയിന്റ് വന്നിട്ടുണ്ട്, ആർ എസ് ടി എന്ന് നെയിം ചെയ്ത 3 പോയിന്റ്സ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷൻ അറിയാലോ, ആദ്യം കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ എന്താണ് ഇക്വേഷൻ വരിക? എക്സ് മൈനസ് എക്സ് വൺ y minus y1 z minus z1. താഴെ x2 minus x1 y2 minus y1 z2 minus z1. അതിന് താഴെ x3 minus x1 y3 minus y1 z3 minus z1 equal to 0. ഫൈൻ. ഇനി നമുക്ക് എങ്ങനെ x1 y1 അതൊക്കെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ കോർഡിനേറ്റ് ഞാൻ ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. 2 5 minus 3. ഇതാണ് നമ്മുടെ x1 y1 z1. അടുത്തത് -2 -3 5. ഇതാണ് നമ്മുടെ x2 y2 z2. നെക്സ്റ്റ് വൺ 5 3 -3. ഇതാണ് നമ്മുടെ x3 y3 z3. വൃത്തിയായിട്ട് മനസ്സിലാക്കിയ 3 കോർഡിനേറ്റ്സും എളുപ്പത്തിൽ അല്ലെങ്കിൽ 3 പോയിന്റ്സും എളുപ്പത്തിൽ നെയിം ചെയ്യാൻ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈക്വൽ ടു x മൈനസ് x1 പകരം എന്തിടാം 2, y minus y1 പകരം 5, z minus z1 പകരം -3. താഴെ x2 minus x1 -2 -2 -2 -2 x2 minus x1 -2 -2. അടുത്തത് -3 -5 -3 -5. അടുത്തത് 5 -3. നെക്സ്റ്റ് വൺ 5 -2 3 -5 -3 -3 -3 ഈ രീതിയിലാണ് വരിക. ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? നമുക്ക് ഒന്നുകൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാലോ, ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ ഈക്വൽ ടു ഈ ഒരു ബോക്സ് അതുപോലെ തന്നെ x മൈനസ് ടു. ഫസ്റ്റ് കോളം നമുക്കൊന്നും ചെയ്യാനില്ല. x മൈനസ് 2 y മൈനസ് 5 z പ്ലസ് 3 എന്ന് വരും. z പ്ലസ് 3 കാരണം എന്താണ്? മൈനസും മൈനസും പ്ലസ് ആവും. ഇവിടെ എന്ത് വരും? -4 എന്ന് വരും. ഇവിടെ -8 എന്ന് വരും. നെക്സ്റ്റ് വൺ 8 എന്ന് വരും. അതുപോലെ താഴെ 5 -2 3 എന്ന് വരും. 3 മൈനസ് 5 -2 എന്ന് വരും. ഇവിടെ 0 എന്നാവും കാരണം -3 + 3 എന്ന് പറഞ്ഞാൽ 0 എന്നാവും. ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ ഒരു ടേംസ് എല്ലാം വായിക്കുകയാണ്. ദെൻ നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ. സോ x മൈനസ് 2 പുറത്ത് ഫസ്റ്റ് ഓനെ ബേസ് ചെയ്തിട്ടാണ്. സോ x മൈനസ് 2 ഞാൻ പുറത്തിടാണ്. x മൈനസ് 2 പുറത്തിട്ടു. ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ഈ റോ ഈ കോളം പോയി. ബാക്കി -8 8 -2 0. നെക്സ്റ്റ് വൺ മൈനസ് ഓഫ് y മൈനസ് 5 മൈനസ് ഓഫ് y മൈനസ് ഇടാൻ മറക്കരുത്. സോ ദെൻ ബാക്കിയുള്ള എലമെന്റ്സ് -4 8 3 0 പ്ലസ് അടുത്ത എലമെന്റ് z പ്ലസ് 3. ദെൻ അവിടെയുള്ള റോസും കോളംസും ഒഴിവാക്കാലോ. -4 -8 3 -2. വൃത്തിയായിട്ട് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്. പ്രത്യേകിച്ച് ഇതിലൊന്നും പറഞ്ഞു തരാനില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും പോലെ. സോ x ഈക്വൽ ടു 0 ഉണ്ട്, മറക്കല്ലേ. x മൈനസ് 2 ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? 0 മൈനസ് 0 × -8 0 ആണ്. 0 മൈനസ് -16 മൈനസ് ഓഫ് y മൈനസ് 5 ഇൻറ്റു ഇവിടെ നോക്കിക്കേ 0 മൈനസ് 24 പ്ലസ് ഇവിടെ നോക്കിക്കേ z പ്ലസ് 3 ഇൻറ്റു ക്രോസ് ചെയ്താൽ 8 മൈനസ് -24 8 മൈനസ് -24 എന്ന് വരും. സോ സിംപ്ലിഫൈ ചെയ്താൽ x മൈനസ് 2 ഇൻറ്റു ഇത് എത്ര വരും? 16 മൈനസ് y മൈനസ് 5 ഇൻറ്റു ഇതെന്ത് വരും? -24 പ്ലസ് z പ്ലസ് 3 ഇൻറ്റു ഇത് എത്ര വരും? 8 + 24 32 ഈക്വൽ ടു 0 എന്ന് വരും. ക്ലിയർ? സോ ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16x മൈനസ് 32 മൈനസും മൈനസും പ്ലസ് ആക്കി എടുക്കാം. സോ പ്ലസ് 24 ഉള്ളിലോട്ട് ഇട്ട് വെച്ചാൽ 24y മൈനസ് 24 × 5 25 × 5 എത്രയാണ്? 125 ആണ്. 125 5 കമ്മിയാക്കി കഴിഞ്ഞ് വെച്ചാൽ 120 എന്ന് വരും. 120 പ്ലസ് ഇതുള്ളിലോട്ട് ഇടുക 32z പ്ലസ് 96 ഈക്വൽ ടു 0 എന്ന് വരും. പ്ലസ് 96 ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞുതരാം. എക്സിന്റെ ടേംസ് എല്ലാം ഒരു സൈഡ് നിർത്താം, അല്ലെങ്കിൽ x y z ടേംസ് എല്ലാം ഒരു സൈഡ് നിർത്താം. സോ 16x ഉണ്ട്, ഇവിടെ 24y ഉണ്ട്, പ്ലസ് 120z ഉണ്ട്.
സോറി 32 ഇസഡ് ഉണ്ട്, 120 അല്ല 32 ഇസഡ് ഉണ്ട്, മൈനസ് ബാക്കിയുള്ള ടേംസ് എല്ലാം സിംപ്ലിഫൈ, മൈനസ് 120 ഉണ്ട്, പ്ലസ് 96 ഉണ്ട്, മൈനസ് 36 ഉണ്ട്. സോ ടോട്ടൽ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മൈനസ് 56 ഈക്വൽ ടു 0, മൈനസ് 56 ഈക്വൽ ടു 0. ഈ പറയുന്ന മൈനസ് 32 മൈനസ് 120 96 കൂടി സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് 56 വരും. ഓക്കെ അല്ലേ? ശരി, നമുക്ക് ഹോൾ ഇക്വേഷൻ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം, കാരണം എല്ലാം 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 2x പ്ലസ് 124, സോ 3y പ്ലസ് ഇത് എത്ര 4 8 32, അപ്പൊ 4z മൈനസ് എത്ര 7 56 ഈക്വൽ ടു 0. 7 അപ്പുറത്ത് കൊണ്ടുപോവാം. സോ 2x പ്ലസ് 3y പ്ലസ് 4z ഈക്വൽ ടു 7 എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഒരു ലെവലാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്. ഫൈൻ. സോ ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. വെക്റ്റർ ഇക്വേഷനും ഇതുപോലെ തന്നെ സിമ്പിൾ ആണ്. വെക്റ്റർ ഇക്വേഷൻ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വെക്റ്റർ ഇക്വേഷൻ എന്താണ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ആർ വെക്റ്റർ ഇൻറ്റു ഈ കിട്ടിയിരിക്കുന്ന ടേംസ് ഇല്ലേ, ഈ കിട്ടിയിരിക്കുന്ന ടേംസിനെ എക്സ് വൈ സെറ്റിന് പകരം ഐ ജെ കെ ഇട്ടാൽ മതി. അപ്പൊ എന്ത് വരും? 2i പ്ലസ് 3j പ്ലസ് 4k ഈക്വൽ ടു 7. ഇതാണ് നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? കാർട്ടീഷ്യൻ ഇക്വേഷനിലുള്ള എക്സ് വൈ സെഡിന് പകരം ഐ ജെ കെ ഇടുക, ഈക്വൽ ടു 7 ഇടുക, ഇവിടെ ഒരു ആർ വെക്ടർ വെച്ച് പിടിക്കാം. ഇതാണ് നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തു. ഇത് മാത്രമല്ല, നമ്മുടെ +2 സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ അല്ലെങ്കിൽ കമന്റ് ബോക്സ് എന്തിൽ ത്രൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മോസ്റ്റ്ലി കൂടുതലായിട്ടും ഈ പറയുന്ന +2 മാത്തമാറ്റിക്സിൽ ഇതുവരെയായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പ് പറയുന്നില്ല, സപ്പോസ് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വരാം എക്സാമിന് മുൻപായിട്ട് തന്നെ. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.